ഒത്തിരി പഠിച്ചത് കൊണ്ടോ ഒരുപാട് പണം സമ്പാദിച്ചത് കൊണ്ടോ ആരും സന്തുഷ്ടരായിരിക്കണമെന്നില്ല. സന്തോഷത്തിനും സമാധാനത്തിനും മനുഷ്യനെ സഹായിക്കുന്നത് ദൈവവുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ്. അതില്ലാത്ത ജ്ഞാനവും സിദ്ധാന്തങ്ങളും അസ്ഥാനത്താണ്, അർത്ഥമില്ലാത്തതാണ്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ക്രിസ്തുവിനെ അവഗണിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്ന ശലോമോൻ രാജാവിൻ്റെ വാക്കുകളിലെ ശൂന്യതയാണല്ലോ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെറുസലേമിൽ രാജാവായിരുന്ന ശലോമോൻ തൻ്റെ ജീവിതത്തിന് നിറം പിടിപ്പിക്കുവാൻ സമ്പാദിച്ചു കൂട്ടിയവയ്ക്കൊന്നിനും തന്നെ തൃപ്തനാക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. പാപത്തിൻ്റെ തൽക്കാല ഭോഗം എന്നുള്ള വാക്ക് ലൗകിക സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും എത്ര അന്വർത്ഥമാകുന്നു. അവയ്ക്ക് വേണ്ടിയുള്ള ഓട്ടം ശലോമോൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മായയും വൃഥാ പ്രയത്നവുമാകുന്നു. സഭാപ്രസംഗി 1-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കാം. നമ്മുടെ രാജ്യത്തെ ഒരു വലിയ പട്ടണത്തിൽ ഞാനൊരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വലിയ ചേരി പ്രദേശത്ത് പോവുകയുണ്ടായി. അതിനോട് തൊട്ടടുത്ത് വളരെ വലിയ അനേകം കെട്ടിടങ്ങളും കാണുവാനിടയായി. ഒരു സ്ഥലത്ത് ചേരി, വലിയ കെട്ടിടങ്ങൾ. അപ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു, ആ വലിയ കെട്ടിടങ്ങളുടെ ഉടമകൾ മുഴുവനും ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്നവരാണ് എന്ന്. സർക്കാരിൽ നിന്ന് അവർക്ക് വീടുകൾ പണിതു കൊടുത്തു. എന്നാൽ അവർ അതെല്ലാം വാടകയ്ക്ക് കൊടുത്തിട്ട് ചേരിയിൽ തന്നെ കഴിയുന്നു. ഇവർ പണ്ടും ചേരിയിലായിരുന്നു. മനുഷ്യനെ നന്നാക്കുവാൻ ഭൗതിക സമൃദ്ധി കൊണ്ട് സാധിക്കില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. പണമുണ്ടെങ്കിൽ പിന്നെ സന്തോഷമായിരിക്കാം, പണം ഇല്ലാത്തതാ ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വാസ്തവം അതല്ല എന്ന് പണം വളരെയധികമുള്ളവർ സാക്ഷിക്കും. വേറെ ചിലർ മനുഷ്യൻ്റെ മതം മാറ്റി അവനെ നന്നാക്കുവാൻ ശ്രമിക്കുന്നു. മതം മാറിയതുകൊണ്ട് മനുഷ്യൻ നന്നാകുമെന്നാണ് ഈ കൂട്ടർ കരുതുന്നത്. ഓർക്കണം, മതം മാറിയതുകൊണ്ട് യാതൊരു മനുഷ്യനും നന്നാകണമെന്നില്ല. മനുഷ്യൻ്റെ മനസ്സിനാണ് മാറ്റമുണ്ടാകേണ്ടത്. ഇനി വേറെ ചിലർ മനുഷ്യന് വിദ്യാഭ്യാസമില്ലാത്തതിനാലാണ് ഈ മോശപ്പെട്ട പ്രകൃതം എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മനുഷ്യനെ ശരിയാക്കുവാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ ആവശ്യമാണ്, അല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം മനുഷ്യൻ നന്നാകുമോ? ഇന്ന് നമുക്കധികവും പഠിച്ച കള്ളന്മാരെ അല്ലേ കിട്ടിയിരിക്കുന്നത്. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ്റെ ജീവിതം നന്നാകുന്നില്ല എന്ന കാര്യം മറക്കരുത്. അവൻ്റെ ജീവിത ശൈലിയിൽ ചില രംഗങ്ങളിലൊക്കെ മാറ്റം വന്നേക്കാം. എന്നാൽ അവരെ മൊത്തത്തിൽ മാറ്റുവാൻ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽവേ പാളത്തിലും കൂടെയൊക്കെ നടന്ന് മോഷണം സ്ഥിര സ്വഭാവമാക്കിയ ഒരു ചെറിയ കുട്ടിയെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നന്നാക്കുവാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവൻ്റെ പ്രശ്നം, ഈ കുട്ടിയുടെ പ്രശ്നം, അവന് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാകുന്നു എന്ന് ചിന്തിച്ച് ഈ സാമൂഹ്യ പ്രവർത്തകൻ അവനെ നന്നാക്കുവാൻ വേണ്ടി പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. സ്കൂളിൽ വിട്ടു, നല്ല സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തു. അവൻ പഠിച്ചു, കോളേജിൽ വിട്ടു, നല്ലതുപോലെ അവൻ പഠിച്ചു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് അവൻ ഇറങ്ങി വരുമ്പോൾ ആ പഴയ സ്വഭാവം അവനിൽ നിന്നും പോയി എന്ന് പറയുവാൻ സാധിക്കില്ല. ഒരു വ്യത്യാസം മാത്രമേ കാണൂ. അവൻ ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിച്ചു, എന്നാൽ ഇപ്പോൾ അവൻ റെയിൽപ്പാളം കൂടി മോഷ്ടിക്കുവാൻ വിദഗ്ധനായി കഴിഞ്ഞിരിക്കുകയാണ്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അത് മാത്രമേ അവൻ ചെയ്യൂ. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ പഠിച്ച കള്ളന്മാരായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ ചെയ്തിരുന്നതിൽ നിന്നും എത്രയോ വിദഗ്ധമായിട്ടാണ് മനുഷ്യൻ ഇന്ന് മോഷണവും അതുപോലെ പല കാര്യങ്ങളും ചെയ്യുന്നത്.
നമ്മുടെ ഈ ഓൺലൈൻ തട്ടിപ്പൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാകുന്നത്? ശലോമോൻ തൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ ദിവസങ്ങളിൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ശാസ്ത്രം പരീക്ഷിച്ചു നോക്കി, അവൻ അതിൻ്റെ ഫലം പറഞ്ഞു, സകലവും മായ. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വരെ നാം ചിന്തിച്ചല്ലോ. ഇനിയും ജ്ഞാനത്തിൻ്റെയും തത്വചിന്തയുടെയും രംഗത്താണ് ശലോമോൻ്റെ അടുത്ത പരീക്ഷണം. 12-ഉം 13-ഉം വാക്യങ്ങൾ ഞാൻ അതൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ. സഭാപ്രസംഗിയായ ഞാൻ യെരൂശലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്ത വല്ലാത്ത കഷ്ടപ്പാട് തന്നെ. ലോക തത്വചിന്ത പഠിക്കുന്നതിന് ശലോമോൻ വളരെയധികം സമയം ചെലവഴിച്ചു. ക്രിസ്തുവിന് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപാണ് ശലോമോൻ ജീവിച്ചിരുന്നത് എന്നോർക്കണം. അതായത് ഇന്നത്തേക്ക് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുൻപാണ് ശലോമോൻ ജീവിച്ചിരുന്നത്. എന്നാൽ ശലോമോന് 3000 വർഷങ്ങൾക്ക് മുൻപ് അറിയാമായിരുന്നതിൽ കൂടുതൽ ജ്ഞാനമോ തത്വചിന്തയോ വാസ്തവത്തിൽ ഇന്നും മനുഷ്യന് അറിയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. ഞാൻ ഉദ്ദേശിച്ചത് ജ്ഞാനത്തിൻ്റെയും തത്വചിന്തകളുടെയും കാര്യമാണ്. മനുഷ്യൻ ഒട്ടേറെ ഉപകരണങ്ങൾ അവൻ്റെ ഉപയോഗത്തിനായി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തത്വചിന്തയിലും ജ്ഞാനത്തിലും വലിയ പുരോഗതി ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല, അത് ഹൃദയത്തിന് സംതൃപ്തി നൽകുന്നുമില്ല. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്, അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. ഫിലോസഫിയുടെ എല്ലാ ശാഖകളും വെറും ഇരുണ്ട ഇടനാഴിയിലേക്ക് മാത്രമേ നയിക്കൂ. ഈ പറയുന്ന പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചെയ്യുവാൻ കഴിയുന്നതാണ്, മറക്കരുത്. തത്വചിന്ത പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെയേറെ സമയം ചെലവഴിക്കുവാൻ കഴിയും. എന്നാൽ അത് വെറും സമയം നഷ്ടമാക്കുന്ന ഒരു പണി മാത്രമാകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അനുഭവത്തിൽ വരുമ്പോൾ നിങ്ങളും മനസ്സിലാകും. പണ്ടത്തെ വിദ്യാഭ്യാസ രീതികളൊക്കെ വേസ്റ്റായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞന്മാർ, എഡ്യൂക്കേറ്റേഴ്സ് ഉള്ള ഒരു കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതികൾ എത്ര ഫലപ്രദമാകുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനത്തിലും തത്വചിന്തയിലും കൂടി മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയില്ല. വെളിപ്പാടിൽ കൂടി മാത്രമേ മനുഷ്യന് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നുള്ളൂ. തത്വചിന്ത സാധാരണയായി ഒരു വ്യക്തിയെ ജീവിതത്തെക്കുറിച്ച് അശുഭ ചിന്തയിലേക്കാണ് നടത്തുന്നത്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തയിലേക്കാണ് നടത്തുന്നത്. പ്രാകൃത മനുഷ്യന്, അതായത് ദൈവത്തിങ്കൽ നിന്ന് അകലപ്പെട്ട് നഷ്ടപ്പെട്ട പാപിയായ മനുഷ്യന് വിദ്യാഭ്യാസം നൽകി അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് പ്രതീക്ഷിക്കുവാൻ കഴിയുകയില്ല. വിദ്യാഭ്യാസം കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നാൽ അവനെ മാറ്റുവാൻ ഈ വിദ്യാഭ്യാസത്തിനോ തത്വചിന്തയ്ക്കോ മനഃശാസ്ത്രത്തിനോ മനുഷ്യ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ ഇതിനൊന്നിനും കഴിയുകയില്ല എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പഴയ സ്വഭാവത്തെ നന്നാക്കുന്നതിനോ അതിന് കഴിയുകയില്ല. മനുഷ്യൻ്റെ പ്രശ്നം ആ പഴയ സ്വഭാവമാണ്, ദൈവത്തെ കൂടാതെയുള്ള പ്രാകൃത സ്വഭാവം. ഈ സ്വഭാവത്താൽ മനുഷ്യൻ ഏതെല്ലാം നല്ല വഴികളിലൂടെ അവനെ നടത്തുവാൻ ശ്രമിച്ചാൽ തന്നെ വഷളായിപ്പോകുന്ന ആ പ്രവണത. എന്നാൽ അവനിൽ സമൂലമായൊരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അതെന്താകുന്നു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. 15-ാം വാക്യം, വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ, കുറവുള്ളത് എണ്ണിത്തികപ്പാനും വഹിയ. ഞാൻ മനസ്സിൽ ആലോചിച്ചു പറഞ്ഞത്, വളവുള്ളത് നേരെയാക്കുവാൻ വഹിയ. തൈ വളഞ്ഞതായതിനാൽ മരവും വളഞ്ഞിരിക്കുന്നു. പഴയത് അത് വളഞ്ഞതായിരുന്നു, അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളഞ്ഞ അവസ്ഥ. ഞാനും നിങ്ങളും പഴയ ഒരു സ്വഭാവത്തോടു കൂടിയാണ് ജീവിതം ആരംഭിക്കുന്നത്. നമുക്കതിനെ പരിശീലിപ്പിക്കുന്നതിനും പുരോഗമിപ്പിക്കുന്നതിനുമായ പല കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിയും.
അതിനെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം. എന്നാൽ നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. അത് എല്ലായ്പ്പോഴും ജഡമായിരിക്കും. അതുകൊണ്ടാണ് നമുക്കൊരു പുതിയ സ്വഭാവം ആവശ്യമായിരിക്കുന്നത്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ വിദ്യാഭ്യാസത്തിന് കഴിയും എന്ന് ഒരു സമയത്തേക്ക് നാം ചിന്തിച്ചു. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസം മാത്രമല്ല, എല്ലാ വിദ്യാഭ്യാസവും ചിന്തിക്കുന്ന ഒരു വലിയ പങ്ക് ആളുകളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. അങ്ങനെ പഠനം നടത്തിയ ഒരു കൂട്ടം ആളുകൾ വെളിപ്പെടുത്തിയത് പഠനരംഗങ്ങളിൽ ഇന്ന് കാണുന്ന മറുതലിപ്പും പൊതുവായുള്ള അസാൻമാർഗികത്വവും രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലും കൂടുതൽ പരീക്ഷണങ്ങൾക്കായുള്ള ജിജ്ഞാസയും മൂലമാകുന്നു എന്നത്രേ. രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ കോളേജുകളും സ്കൂളുകളും കുട്ടിച്ചോറാക്കിയിരിക്കുകയാണല്ലോ. സ്വന്തം കാര്യങ്ങൾ സാധിക്കുവാൻ ഈ കൊച്ചു കുട്ടികളെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ഇന്ന് പ്രൈമറി സ്കൂളുകളിൽ പോലും രാഷ്ട്രീയമാണ്. അതുപോലെ തന്നെ സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങളും കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും അയക്കുവാൻ മാതാപിതാക്കൾ മടിക്കുന്നത് പോലെയുള്ള എത്രയെത്ര സംഭവങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ റാഗിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. എത്രയോ ഭയാനകമാണ്. കുട്ടികൾ ചെയ്യുന്നതാണ്. മാധ്യമങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും വാർത്തകൾ ശേഖരിച്ച് അന്നേരം തന്നെ മനുഷ്യരിൽ നിന്ന് എത്തിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളുടെ ഈ കാലത്ത് ആയിരക്കണക്കിന് ചാനലുകളിലൂടെ വാർത്തകളും മറ്റും അപ്പോഴപ്പോൾ മനുഷ്യന് ലഭ്യമാക്കുന്നു. ഇത് മറ്റേതൊരു കാലത്തേക്കാളും ഏറെ മനുഷ്യനെ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളിൽ ജിജ്ഞാസുക്കളാക്കുന്നു. പണ്ടൊക്കെ തെരഞ്ഞെടുപ്പ് നടന്ന് ഒരു മാസമെങ്കിലും കഴിഞ്ഞ് പ്രഖ്യാപനം വരൂ, ഫലപ്രഖ്യാപനം വരത്തുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആരായിരിക്കും അടുത്ത പ്രധാനമന്ത്രിയെന്ന് നിശ്ചയിക്കുവാൻ കഴിയുന്ന സംവിധാനമുണ്ട്. യുവജനങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകുന്നു. എന്നാൽ വളരെയേറെ കാര്യങ്ങൾ അറിയാവുന്നതിനാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നതെല്ലാം മെച്ചപ്പെടലിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുവാൻ എനിക്ക് കഴിയില്ല. വാസ്തവത്തിൽ താഴോട്ട് പോകുന്നതിൻ്റെ തെളിവാണത്. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് വളരെ സങ്കടത്തോടെ പറയട്ടെ. വിദ്യാഭ്യാസത്തിന് ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കഴിയുകയില്ല. ഞാൻ വളരെ കുടുസായി ചിന്തിക്കുന്ന പഴഞ്ചൻ എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം. എന്നാൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അനേകരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് എനിക്കത് മാത്രമേ പറയുവാൻ സാധിക്കൂ. മനഃശാസ്ത്രത്തിനും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമില്ല. ഒരു ക്രിസ്തുവിശ്വാസിക്ക് ദൈവവചനത്തിൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. കുറുക്കുവഴികളൊന്നുമില്ല. ദൈവവചനം പഠിക്കുന്നതിന് സമയവും പരിശ്രമവും താല്പര്യവും ആവശ്യമാണ്. ക്രിസ്തുവിശ്വാസികളുടെ ഇടയിൽ അത് എത്രമാത്രം ആവശ്യമായിരിക്കുന്നു എന്നോർക്കണം. നമ്മുടെ വീടുകളിൽ എത്ര സമയം ദൈവവചനം പഠിക്കുവാൻ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നാം ചെലവഴിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും നാം എത്രമാത്രം അവരോട് ആവശ്യപ്പെടാറുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുകയും അത് മനഃപ്പാഠം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരട്ടെ. ലോകപ്രകാരമുള്ള വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയെങ്കിലും പുരോഗതിയിൽ എത്തുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യൻ അധോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും. വളരെ നിഷ്പക്ഷമായി പറയട്ടെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം നൽകുവാൻ ജ്ഞാനത്തിനോ തത്വചിന്തയ്ക്കോ മനഃശാസ്ത്രത്തിനോ കഴിയുകയില്ലെന്ന് ശലോമോൻ കണ്ടുപിടിച്ചു. അവൻ്റെ അനുഭവത്തിൽ നിന്നും അവൻ അത് ഇവിടെ വെളിപ്പെടുത്തുന്നു. 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ മനസ്സിൽ ആലോചിച്ചു പറഞ്ഞത്, യെരുശലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ഞാൻ ജ്ഞാനം സമ്പാദിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. മറ്റുള്ളവരെക്കാൾ താൻ അധികം ജ്ഞാനമുള്ള ആളായിരുന്നത് കൊണ്ട് അവൻ അനുഭവപ്പെട്ടതുകൊണ്ട് അവൻ അല്പം ഗർവുള്ള വ്യക്തി തന്നെ ആയിരുന്നിരിക്കും. അറിവ് ചീർപ്പിക്കുന്നു.
പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി തൻ്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുറ്റുപാടുമുള്ളവരെക്കാൾ താൻ ബുദ്ധിമാനാണെന്നോ കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവനാണെന്നോ ഒരു വ്യക്തി ചിന്തിക്കുന്ന പക്ഷം അത് അവനെ ഒരു ബലൂൺ പോലെ വീർപ്പിക്കുവാൻ ഇടയാക്കിയേക്കാം. അനുഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വിദ്യാഭ്യാസം. എന്നാൽ അനുഭവത്തെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ കഴിയുകയുമില്ല. അനുഭവം ദൈവവചനപ്രകാരം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എക്സ്പീരിയൻസ് അത് ദൈവവചനപ്രകാരം പരിശോധിക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് അനേകം ആളുകൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റ്. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അനുഭവത്തെ പരിശോധിക്കണം. അല്ലാതെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനത്തെ പഠിക്കുവാൻ നാം ശ്രമിക്കരുത്. തങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അത് ദൈവവചനമാകുന്നു എന്നും എവിടെയെങ്കിലും ഒരു മുറിയും വാലും ദൈവവചനത്തിൽ അതേക്കുറിച്ച് കണ്ടാൽ അത് ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ അനുഭവം ഏതോ വലിയ കാര്യമാകുന്നു എന്ന് ഊതി വീർപ്പിച്ച് പറയുവാൻ ആളുകൾ ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, താങ്കളുടെ അനുഭവം ദൈവവചനത്തിന് വിരുദ്ധമാണെങ്കിൽ ദൈവവചനമല്ല, താങ്കളുടെ അനുഭവമാണ് തെറ്റായിട്ടുള്ളത്. ദൈവവചനം തെറ്റായതുകൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. താങ്കളുടെ അനുഭവം തെറ്റാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. 17-ാം വാക്യം, ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിവാനും ഞാൻ മനസ്സ് വെച്ചു, ഇതും വൃഥാ പ്രയത്നമെന്ന് കണ്ടു. ജ്ഞാനവും ഭോഷത്വമായി പ്രവർത്തിക്കുന്നതും തമ്മിൽ വളരെ അന്തരമില്ല എന്ന കാര്യം രസകരമായിരിക്കും. ലോകചരിത്രത്തിൽ അനേക ബുദ്ധിമാന്മാരായവർ ഭോഷരായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ ലോകത്തിൽ വളരെയധികം ജ്ഞാനികളായിരുന്നു എന്ന് സമൂഹം അംഗീകരിച്ചിരുന്നവരാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളിൽ പലതും ഭോഷത്വമായി പോയി. അതിന് നല്ലൊരു ഉദാഹരണമാണ് ഇവിടെ തന്നെ നാം കാണുന്നത്. ഇന്നത്തെ തലമുറ തങ്ങൾ വളരെ ബുദ്ധിസാമർഥ്യമുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നു. അവർ അതിൽ പുകഴുന്നു. എന്നാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള പരിതാപകരമായ സ്ഥിതി പലരും മനസ്സിലാക്കുന്നില്ല. ജ്ഞാനം ഗ്രഹിപ്പാനും ഭ്രാന്തും ഭോഷത്വവും അറിയുവാനും ശലോമോൻ മനസ്സ് വെച്ചു. അവൻ രണ്ടും അറിയുവാൻ താല്പര്യപ്പെട്ടു. ഇതും വൃഥാ പ്രയത്നം എന്ന് കണ്ടു. വേറെ വിധത്തിൽ പറഞ്ഞാൽ അതും പ്രയത്നത്തിന് തക്ക ഫലമുള്ളതായ ഒന്നാകുന്നില്ല എന്ന് ശലോമോൻ മനസ്സിലാക്കി. പ്രത്യേകം ഓർക്കണം, തൻ്റെ ജീവിതത്തിൽ ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ മറച്ചുവെച്ചില്ല. അതവൻ വിളിച്ചു പറഞ്ഞു. ആ കാര്യത്തിൽ അവൻ വലിയ കാര്യമാണ് ചെയ്തത്. ഇന്ന് പ്രഗത്ഭരെന്ന് ചിന്തിക്കുന്ന പല ആളുകളും ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മണ്ടത്തരങ്ങൾ ആരും മിണ്ടുക പോലുമില്ല. എന്നാൽ ശലോമോൻ തൻ്റെ സമയം മുഴുവൻ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി കളഞ്ഞു എന്നുള്ളത് ഭോഷത്തരമാണ്. എന്നാൽ അവ താൻ വെളിപ്പെടുത്തി എന്നത് തീർച്ചയായും നമുക്കധികം പ്രയോജനം നൽകുന്നവയാണ്. നമുക്കേറെ പ്രോത്സാഹനം നൽകുന്ന ഒന്ന് ഈ സുതാര്യതയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയും. ഒടുവിലത്തെ വാക്യം 18-ാം വാക്യം നോക്കിക്കാട്ട്. 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം, ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സന്തോഷവും സംതൃപ്തിയും വർദ്ധിക്കുന്നില്ല. അജ്ഞത അനുഗ്രഹമായിരിക്കുമ്പോൾ ബുദ്ധിമാനായിരിക്കുന്നത് ഭോഷത്വമാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ള അവസ്ഥ നിങ്ങൾ ചിന്തിക്കൂ. അല്പം വാസ്തവം അതിലുണ്ട് എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. കൂടുതൽ ജ്ഞാനത്തിൽ അധികം ദുഃഖമുണ്ട്. എത്രമാത്രം കൂടുതൽ നാം അറിയുന്നുവോ അത്രമാത്രം നമ്മുടെ പ്രശ്നങ്ങളും വർദ്ധിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. ജീവിതം കൂടുതൽ ആയാസകരവും കൂടുതൽ പിരിമുറുക്കമുള്ളതുമായി തീർന്നിരിക്കുന്നു. കൂടുതൽ പ്രയാസങ്ങൾ നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എളുപ്പമാണ് പല കാര്യങ്ങളും ഇന്ന്, എന്നാൽ പിരിമുറുക്കം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്, എല്ലാ രംഗങ്ങളിലും. എന്നാൽ സംഘർഷമാണ്. എത്രയധികം സംഘർഷം. പണ്ടൊക്കെ മിക്ക വീടുകളിലും കിടന്നുറങ്ങുവാൻ ഒരു പായ തന്നെ കഷ്ടിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് വളരെ വളരെ നല്ല മെത്തകൾ ഉപയോഗിച്ച് ഉറങ്ങുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള മനുഷ്യന്
പണ്ടുണ്ടായിരുന്ന അത്രയും ഉറക്കം പോലും ഇന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. പലരും അവരുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞതാണ്. ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കിക്കേ. പണ്ടൊക്കെ എത്ര ബുദ്ധിമുട്ടിയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ മനുഷ്യർക്ക് ലഭിച്ചിരുന്നത്. ഇന്ന് ആ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടും പലർക്കുമില്ല. ആവശ്യം പോലെ ഇഷ്ടമുള്ളതൊക്കെ ഭക്ഷിക്കുവാൻ മനുഷ്യനുണ്ട്. എന്നാൽ എത്രമാത്രം ഭക്ഷിക്കുവാൻ കഴിയാത്തതായ പിരിമുറുക്കത്തിലാണ്, സംഘർഷത്തിലാണ് പലരും ആയിരിക്കുന്നത്. വിശപ്പില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെല്ലാം ജീവിതത്തെ അസഹനീയമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ എളുപ്പമായി എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമാണ്. ജ്ഞാന ബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. യന്ത്രയുഗത്തിലല്ല ശലോമോൻ ജീവിച്ചിരുന്നതെങ്കിലും എത്ര കൃത്യമായിട്ടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഇന്നത്തെ സൗകര്യങ്ങളിൽ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങളിൽ, എളുപ്പത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മനുഷ്യന് വാസ്തവത്തിൽ ജീവിതം അർത്ഥവത്താക്കുവാൻ അതിലൂടെ സാധിക്കുന്നുണ്ടോ? എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സംഘർഷമല്ലേ എല്ലായ്പ്പോഴും? ഞാൻ ഇല്ലാത്തതുണ്ടാക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. സംഘർഷമാണ് നിലനിൽക്കുന്നത്. ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ഭൗതികമായി പലതും നേടിയാൽ ജീവിതം ധന്യമായി തീരുമെന്ന് ചിന്തിച്ച് പരിശ്രമിച്ച് മുൻപോട്ട് പോയി. പിതാവിന് വിദ്യാഭ്യാസം ലഭിച്ചില്ല, മാതാവിനും വേണ്ടത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളെ എന്ത് കൊടുത്തും പഠിപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു. അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. വലിയ പഠിത്തമുണ്ടായി, വലിയ വലിയ ശമ്പളങ്ങൾ കിട്ടുന്നു, വലിയ വലിയ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റുവാൻ സാധിച്ചു. എന്നാൽ ഇതൊന്നും തങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായി തീർന്നില്ല എന്നത് പലരും വളരെ നിരാശയോടുകൂടിയാണ് ഇന്ന് കാണുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ വിലപ്പെട്ടത് പലതും കൈവിട്ടു എന്നുള്ള നിരാശയാണ് പലർക്കുമുള്ളത്. അതെ, ബൈബിളിൽ ശലോമോൻ തൻ്റേതായ സാഹചര്യത്തിൽ പരീക്ഷിച്ചതായ ഈ സത്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഒരു രഹസ്യവും അതുതന്നെയാണ്. കാരണം ഇനിയും നാം നടന്ന് പരീക്ഷിക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊന്നും പരീക്ഷിക്കേണ്ടതില്ല, പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടും ജീവിതം അതിലൂടെ അർത്ഥവത്താക്കുവാൻ സാധിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ശലോമോൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ വിളിച്ചറിയിച്ചു. അതെ, ശാസ്ത്രത്തിലൂടെ ജീവിതം ധന്യമാക്കുവാൻ ശലോമോന് സാധിച്ചില്ല. ജ്ഞാനത്തിലൂടെ ജീവിതം അർത്ഥവത്താക്കുവാൻ ശലോമോന് സാധിച്ചില്ല. വലിയ പഠിപ്പിലൂടെ ജീവിതം ധന്യമാക്കുവാൻ ശലോമോന് സാധിച്ചില്ല. എങ്ങനെ ജീവിതം ധന്യമാക്കുവാൻ സാധിക്കും? ഇത്രയും കൊണ്ട് കഴിഞ്ഞില്ല. ഇനി അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള അനേക കാര്യങ്ങൾ ശലോമോൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ പാഠമായി നാം കാണേണ്ടതാണ്. ദൈവിക ചിന്ത വിട്ട് ദൈവവചനത്തിന് ചേരാത്ത വിധം ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നതായ അനേകർക്കും ഒരു വലിയ പാഠമായി ഈ സഭാപ്രസംഗിയുടെ പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, ഇന്നത്തെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ എങ്ങനെയെങ്കിലും കൂടുതൽ പഠിക്കുവാനായിട്ടുള്ള തത്രപ്പാടാണ്. ശരിയാണ്, കൂടുതൽ പഠിക്കുന്നത് അറിവ് കൂട്ടുവാനല്ല, നല്ല ജോലി കിട്ടുവാനും കൂടുതൽ പണം സമ്പാദിക്കുവാനും ആകുന്നു എന്നുള്ളത് മനസ്സിലാകുന്നു. എന്നാൽ ഈ പഠനം വാസ്തവത്തിൽ ഭൗതികമായിട്ടുള്ള നേട്ടം കൈവരുത്തുവാൻ നമ്മെ സഹായിച്ചാൽ തന്നെയും ദൈവവുമായുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പുരോഗതി പ്രാപിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ടോ എന്ന് നാം ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതുണ്ട്. ജ്ഞാനം വേണ്ട എന്നല്ല, ഡിഗ്രികൾ വേണ്ട എന്നല്ല, വേണം. എന്നാൽ ദൈവത്തോടുകൂടെ അല്ലാത്ത ഏതൊരു കാര്യവും നമ്മെ കൂടുതൽ ബുദ്ധിമുട്ടിൽ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പഠിച്ചിട്ടുള്ള അനേകരുടെയും ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ലാത്തതുപോലെ അവർക്ക് തോന്നുന്നതും അതുപോലെ മുൻപോട്ട് പോകുന്നതും. അങ്ങനെയുള്ള പലരുടെയും കുടുംബജീവിതം തകർന്നിരിക്കുന്നത്, തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. അവർ പല രംഗങ്ങളിലും പരാജയപ്പെട്ടതായി കാണുവാൻ കഴിയുന്നു. കുഞ്ഞുങ്ങളെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ സാധിച്ചില്ല. ദൈവത്തോടുകൂടി ഈ പറഞ്ഞ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരാണ് ജീവിതം ധന്യമാക്കുന്നത്. സഭാപ്രസംഗി
അതെ, ശലോമോൻ ഇനിയും അധികം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്? പലതും പരീക്ഷിച്ച് ജീവിതം നശിപ്പിക്കുകയാണോ? സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള താങ്കളുടെ ഈ ഓട്ടം യഥാർത്ഥ സന്തോഷത്തിലേക്കാണോ നയിക്കുന്നത്? ഒരു നിമിഷം ചിന്തിച്ച് നോക്കിക്കാട്ടെ. ദൈവവചനത്തിലേക്ക് വന്നാട്ടെ. ദൈവം നിങ്ങളെ ശരിയായ കാര്യങ്ങൾ പഠിപ്പിച്ച് ജീവിതത്തെ ശരിയായ വിധത്തിൽ മുൻപോട്ട് നയിക്കുവാൻ നിങ്ങളെ സഹായിക്കും. അതിനായി ദൈവകൃപ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നുവെന്ന് സദൃശ്യവാക്യങ്ങളിൽ പറഞ്ഞ ശലോമോൻ ഭ്രാന്തും ഭോഷത്വവുമായ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അറിവ് ചീർപ്പിക്കുന്നുവെന്ന് പൗലോസ് എഴുതിയിരിക്കുന്നത് എത്ര വാസ്തവമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തോടുള്ള സ്നേഹം നമ്മിൽ വർദ്ധിപ്പിക്കേണ്ടതാണ്. അതവനിൽ വസിക്കുവാനും അവൻ നടന്നതുപോലെ നടക്കുവാനും നമ്മെ പ്രാപ്തരാക്കും. ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ഫലപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.